മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഓരോ തവണയും ഏറെ താല്പര്യത്തോടെയാണ് മെയിൽ ബോക്സ് തുറക്കാറ്. നിങ്ങളുടെ ഹൃദയം തുറന്ന അഭിപ്രായങ്ങൾ അറിയാനുള്ള ഉത്കടമായ ആഗ്രഹമാണ് ഞങ്ങളെ നയിക്കുന്നത്. കണ്ണീരും സ്വപ്നങ്ങളും എന്ന പരമ്പരയിലൂടെ പി ഭാസ്കരനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അത്തരം നല്ല പരിപാടികൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. പി ഭാസ്കരൻ രചിച്ച് MS ബാബുരാജ് ഈണം നൽകി അനശ്വരമാക്കിയ ഗാനങ്ങൾ കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. എത്ര കേട്ടാലും മടുപ്പോ വെറുപ്പോ തോന്നിക്കുകയില്ല. കഥ അയച്ചിരിക്കുന്നത് ആന്റണി കോടഞ്ചേരി. കേരളത്തിന്റെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ കേരളീയ നവോത്ഥാന നായകനായ VT ഭട്ടതിരിപ്പാടിന്റെ ശബ്ദം നിലവറ പരിപാടിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ആ പരിപാടി ഉപകരിച്ചു. ഇത്തരം അറിവുകൾ പകർന്നു നൽകുന്ന പ്രിയ നിലയത്തിന് നന്ദി അറിയിക്കുന്നത് MK ബാപ്പു നെല്ലിച്ചോട്. സത്യൻ നായർ കരുവള്ളിക്കുന്നിന്റെ കത്താണ്. ആകാശവാണിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 7-ാം തീയതിയിലെ ഗാനോത്സവത്തിൽ ഒരു ശ്രോതാവ് ആവശ്യപ്പെട്ടത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്ന ഗാനമാണ്. പക്ഷേ അവതാരക വെച്ചത് ചിരിക്കുമ്പോൾ നീയൊരു സൂര്യകാന്തി എന്ന ഗാനമാണ്. തെറ്റുകൾ വരുത്താതെ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. തീർച്ചയായും കടൽ എന്ന ചിത്രത്തിലെ പാട്ടിനായി കാത്തിരുന്ന ഒരാൾക്ക് പാട്ട് മാറി വെച്ചു കൊടുത്ത അനുഭവം ഒരു കേൾവിക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അത്തരം തെറ്റുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. തത്സമയ പരിപാടിയിൽ പെട്ടെന്ന് പാട്ടെടുത്തിട്ടപ്പോൾ വന്ന ഒരു കൈപ്പഴയാണത്. ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. പ്രിയ ആകാശവാണി, റിയൽ FM-ൽ ഓർമ്മകളുടെ സംഗീതത്തിൽ 2-ാം തീയതി നമ്മുടെ പ്രിയങ്കരനായ ഗസൽ ഗായകൻ ഉമ്പായി പഴയ ഗായകൻ KH മെഹബൂബിനെ അനുസ്മരിച്ചുകൊണ്ട് അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായിരുന്നു. നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതുമായ പല പാട്ടുകളും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലും മെഹബൂബിന്റെ ശബ്ദത്തിലും കേട്ടപ്പോൾ വല്ലാത്ത അനുഭവമായിരുന്നു. ആ 2 മഹാഗായകന്മാർക്കും പ്രണാമം അർപ്പിക്കുന്നു. പി മോഹൻദാസ് തമ്പുരുവാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. മോഹൻദാസ് നിലവറ പരിപാടിയിലൂടെ നാടക കലാകാരനായ കുഞ്ഞാവയുടെ ശബ്ദം കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷവും പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ VT ഭട്ടതിരിപ്പാടിൻ്റെ ശബ്ദം കേൾപ്പിച്ചതും ഇഷ്ടമായി. ഞാനെൻ്റെ വായന എന്ന പരമ്പരയിൽ ചെറുപ്പകാലം മുതൽ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം പത്രവായന ശീലമാക്കിയതുവഴി ജീവിതത്തിൽ വിജയം നേടാൻ കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങളും വായനയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പങ്കുവച്ചത് കേൾക്കാനിടയായി. പ്രഭാഷണം ശ്രദ്ധേയമായി എന്ന അഭിപ്രായം PM മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ. മൊയ്തീൻ കുഞ്ഞ് മറ്റൊരു പരിപാടിയെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. വചനാമൃതത്തെക്കുറിച്ചാണ്. മര്യാദ എന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയുള്ള നല്ല പെരുമാറ്റ രീതികളും പെരുമാറ്റവുമാണ്. യഥാർത്ഥ മര്യാദ എന്നാൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഒഴിവാക്കുകയും എല്ലാവർക്കും സുഖകരമായ അനുഭവം നൽകുകയും ചെയ്യുക എന്നതാണ്. 4-ാം തീയതി ലത്തീഫ് പറമ്പിൽ അവതരിപ്പിച്ച വചനാമൃതം ശ്രദ്ധേയമായി എന്നാണ് മൊയ്തീൻ കുഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. 29-ാം തീയതി ആർട്ട് കഫേയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മഴപ്പാട്ടുകളെ കോർത്തിണക്കിയ പങ്ക്തി ഒരു പുത്തൻ അനുഭവമായി മാറി. കൃഷിക്കാരുടെ സന്തത സഹചാരിയായ മഴ, ആ മഴയുടെ താളഗതിക്ക് അനുസൃതമായുള്ള നാടോടിപ്പാട്ടുകൾ അവരുടെ മഹത് സംസ്കൃതിയുടെ പരിച്ഛേദമാണ്. ഈ പരിപാടി കേൾപ്പിച്ച ആകാശവാണിക്ക് എൻ്റെ ആർജവം കലർന്ന ആശംസകൾ അദ്ദേഹം അറിയിക്കുന്നു. മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ മഹത്തും ബൃഹത്തുമായ പ്രതികരണങ്ങളാൽ ഉദ്ദേശ്യശുദ്ധി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ നിലയത്തിനത് ചാലകശക്തിയായി വർത്തിക്കുന്നു. ആയിരക്കണക്കിന് പേർ വാണി കേൾക്കുന്നു. പക്ഷേ പ്രതികരണം അറിയിക്കുവാൻ വളരെ കുറച്ച് പേർ മാത്രം. അതുപോരാ, അഭിപ്രായം പറയണം. എങ്കിൽ പരിപാടിയുടെ സമയം കൂട്ടിക്കൂടെ? വാണി എന്തു പറയുന്നു എന്നും രാധാകൃഷ്ണൻ ചോദിക്കുന്നു. നിശ്ചയമായും നമ്മൾ കാത്തിരിക്കുന്നത് കൂടുതൽ പ്രതികരണങ്ങൾക്കായാണ്. അതെല്ലാം ഉൾപ്പെടുത്താനുള്ള സമയവും സാവകാശവും ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് 31 തീയതികളിൽ രാത്രി 7:35 യുവവാണിയിൽ യുവഗായിക ശ്രീമതി പാർവതിയുമായി നടത്തിയ മുഖാമുഖം കേട്ടു. കോഴിക്കോട്ടുകാരിയായ ആ പ്രതിഭ നമ്മുടെ അഭിമാനമാണ്. മലയാള സിനിമയിൽ സജീവമായി വരട്ടെ എന്നൊരാശംസ കൂടെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അടുത്ത കത്ത് കാസിം CP വലിയ മങ്ങാടിൻ്റേതാണ്. 3-ാം തീയതി കേട്ട ഫാദർ അജി അബ്രഹാം അവതരിപ്പിച്ച വചനാമൃതത്തെക്കുറിച്ച് സ്പർശനം കൊണ്ട്, നല്ല വാക്കുകൊണ്ട് ഒരു ജീവനെ ഉത്തേജിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന നിമിഷങ്ങളെ പകർന്നു നൽകുവാൻ കഴിയുമെങ്കിൽ ആ ജീവിതം പ്രശംസനീയമായി തീരും എന്നാണ് ആ വചനാമൃതം കേട്ടപ്പോൾ തോന്നിയത് എന്ന് പ്രിയ ശ്രോതാവ് പറയുന്നു.
8-ാം തീയതി വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്ത ഗാന്ധി മാർഗത്തിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചതും ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയതും ശ്രോതാക്കൾക്ക് ഈ സന്ദർഭം നേരിൽ കണ്ട അനുഭവമുണ്ടാക്കി. തുടർന്നു വന്ന രാഗപരാഗത്തിൽ ദേശ് രാഗത്തിൽ ദേശഭക്തിഗാനം കൂടി കേട്ടപ്പോൾ പരിപൂർണ ആനന്ദാനുഭൂതിയുണ്ടായി. സന്ദേശം അയച്ചിരിക്കുന്നത് രാജൻ എസ്.കെ. തൂവക്കോട്. 27-ാം തീയതിയിലെ കഥാനേരത്തെക്കുറിച്ച് പി. വത്സലയുടെ ശാരദയുടെ വീട് എന്ന ചെറുകഥയുടെ വായനാസുഖം വായിച്ച് കേട്ടതിലൂടെ മനസ്സിലേക്ക് കോരിയിട്ടപ്പോഴുണ്ടായ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമായിരുന്നു. നേരിൽ കാണും വിധമാണ് ആ അവതരണം അനുഭവപ്പെട്ടത്. അഭിനന്ദനങ്ങൾക്കൊപ്പം ഞായറാഴ്ചകളിലെ കഥാനേരത്തിനായി കാത്തിരിക്കുന്നു എന്ന വിവരവും പങ്കുവയ്ക്കുന്നു മിനി VS വളവയൽ. വൈകിട്ട് 6:50 സ്ഥിരമായി വയലും വീടും ശ്രവിക്കാറുണ്ട്. ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അതിൽ കേൾക്കാൻ കഴിയുന്നത്. സസ്നേഹത്തിൽ അർജുനൻ മാഷെ അനുസ്മരിച്ച് മകൻ ശ്രീ അശോകൻ അർജുനുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖം വളരെയേറെ ശ്രദ്ധേയമായി. അർജുനൻ മാഷുടെ വ്യക്തിപ്രഭാവം വിശ്വസനീയമായി കേൾക്കാൻ കഴിഞ്ഞു. കത്തയച്ചിരിക്കുന്നത് MG ധരൻ, തൃക്കരിപ്പൂർ. ഓർമ്മയുടെ അറകൾ. ഈ പരിപാടിയിൽ മലയത്തപ്പുണ്ണി ആകാശവാണിയുമായുള്ള ഹൃദയബന്ധം അവതരിപ്പിച്ചത് കേട്ടു. അതിൽ പരാമർശിച്ച അന്നത്തെ ആകാശവാണി കലാകാരന്മാരെ അത് കേട്ടപ്പോൾ ഓർത്തുപോയി. MG ധരന്റെ മറ്റൊരു കത്ത്. ആകാശവാണി 90 വർഷം പൂർത്തിയാക്കുന്നു. ആകാശവാണി കോഴിക്കോട് നിലയം 75-ാം വർഷത്തിലും. ഇപ്പോഴും AM നിലയത്തിൽ മുഴുവൻ സമയ പ്രക്ഷേപണം ഇല്ലാത്തത് വളരെ ദുഃഖകരം തന്നെ. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ വന്ന മഞ്ചേരി FM 5:50 മുതൽ 11:10 വരെ ഇടവേളകളില്ലാതെ പ്രക്ഷേപണം നടത്തുന്നു. കോഴിക്കോട് നിലയത്തിന് FM നിലയമായി മാറിക്കൂടെ? കത്തയച്ചിരിക്കുന്നത് ബാലുശ്ശേരിയിൽ നിന്നും ബാലകൃഷ്ണൻ. കോഴിക്കോട് ആകാശവാണിയുടെ 103.6 റിയൽ FM 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന നിലയമാണ് എന്ന് പ്രിയ ശ്രോതാവ് ഓർമ്മിക്കുമല്ലോ. AM നിലയങ്ങൾ കേരളത്തിൽ ഒരിടത്തും തുടർച്ചയായി പ്രക്ഷേപണം ചെയ്യുന്നില്ല. സാങ്കേതികമായി അത് സാധ്യവുമല്ല. അതുകൊണ്ടാണ് 2 നിലയങ്ങൾ 2 തരത്തിൽ പ്രക്ഷേപണ സമയത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മാനവ വിഭവശേഷി നയ ഡയറക്ടറായി വിരമിച്ച EK കുട്ടി അതിഥിയായി എത്തിയ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്ത കയ്യൊപ്പ് എന്ന പരിപാടി വളരെ വിജ്ഞാനപ്രദമായി എന്ന സന്ദേശം അയച്ചിരിക്കുന്നു ലിനി മേപ്പയിൽ. ISROയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും അവിടെയുണ്ടായിരുന്ന മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു കേട്ടപ്പോൾ രാജ്യത്തിന് അഭിമാനമായി ഒരു സ്ഥാപനം വളർന്നതിൻ്റെ കാര്യകാരണങ്ങൾ ഹൃദയത്തിൽ വ്യക്തമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഇത്തരം പരിപാടികൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. MK സാനുസറിന്റെ വിയോഗവേളയിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ആർട്ട് കഫേയിലൂടെ കേട്ട പരിപാടി ഒരുപാട് അനുഭൂതിയുണ്ടാക്കി എന്ന് പറയുന്നു ബാലുശ്ശേരിയിൽ നിന്നും രഹന. ഡോക്ടർ ഷിനോയ് ജസിന്ത് കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന പരമ്പര ഏറെ താൽപ്പര്യത്തോടെ കേട്ടിരിക്കുന്ന പ്രിയ ശ്രോതാവാണ് ബാലൻ നടുക്കണ്ടി. കോഴിക്കോടൻ തെരുവുകളുടെ വികാസ പരിണാമങ്ങളെ അടുത്തറിയാൻ ആ പരമ്പരയിലെ അവതരണം വഴി സാധിക്കുന്നുണ്ട്. കോഴിക്കോട് കടപ്പുറത്തിൻ്റെ വാണിജ്യ ചരിത്രം വിശദമായി ഡോക്ടർ ഷിനോയ് ജസിന്ത് ആഴ്ചകളെടുത്ത് പങ്കുവച്ചത് പുത്തൻ അറിവുകളുടെ കലവറയായി മാറി എന്നാണ് ബാലൻ സൂചിപ്പിക്കുന്നത്. നല്ലളത്തിൽ നിന്നും ഷിജിയുടെ സന്ദേശമാണിനി. ആകാശവാണിയിലൂടെ കേൾക്കുന്ന പരിപാടികളിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് നന്ദു കർത്ത അവതരിപ്പിക്കുന്ന രാഗപരാഗം. നന്ദു കർത്ത അതിഥിയായി എത്തിയ ആർട്ട് കഫേയിൽ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് വളരെ ഹൃദ്യമായി. അപ്പോൾ ഇനി അടുത്തയാഴ്ച ഒരുമിക്കുന്നതുവരെ ഏവർക്കും നല്ല ഒരാഴ്ച ആശംസിക്കുന്നു. കത്തുകൾ, സന്ദേശങ്ങൾ തുടർന്നും അയയ്ക്കുക. വാട്സപ്പ് നമ്പർ പറയാം: 9400224440 9400224440. കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട് 673032. അടുത്ത തവണ ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ. മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.